എല്ലാവർക്കും വോളിയം പ്രൊഫൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡേറ്റ് ജൂലൈ 22 വെനസ്ഡേ 2026. ഓക്കെ, ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റിയിലെ ജസ്റ്റ് ചാർട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മളെ ട്രേഡ് കിട്ടാത്തതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നിഫ്റ്റിയുടെ എക്സ്പയർ ചെയ്യുന്നു ഇന്നലത്തെ ദിവസം. അപ്പോൾ നമുക്ക് ഓൾറെഡി പ്ലാൻ ഉണ്ടായിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ പ്ലാൻ എന്ന് പറഞ്ഞാൽ സെൽ സൈഡിലായിരുന്നു വ്യൂ ഉണ്ടായിരുന്നു. മീൻസ് ഇതിൻ്റെ മേലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് കോൾ സൈഡിൽ വ്യൂ ഉണ്ടാവുള്ളൂ. അപ്പം ഇതിൻ്റെ മേലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീടെസ്റ്റിൽ ബൈ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. സെല്ല് നമുക്ക് ഇതിൻ്റെ താഴെ സെൽ ആക്റ്റീവ് ആവും, പക്ഷേ റീടെസ്റ്റിൽ സെല്ല് നോക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തത്. പക്ഷേ മാർക്കറ്റ് സെൽ ആക്റ്റീവായി അവിടുന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു, നേരെ താഴോട്ടേക്കാണ് പോയത്. നമുക്ക് പുട്ട് ആക്റ്റീവ് ആയിരുന്നു, പക്ഷേ എന്ത് ചെയ്തില്ല, നമ്മൾ ഉദ്ദേശിച്ച റീടെസ്റ്റ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ എടുത്തില്ല. കാരണം നമ്മൾ ചെറിയ റിസ്ക് കുറച്ചിട്ട് മാത്രമാണ് ട്രേഡ് ചെയ്യുള്ളൂ. അല്ലാതെ മാർക്കറ്റ് പോയി അപ്പോൾ തന്നെ നമ്മൾ ചാടിക്കയറി ട്രേഡ് ചെയ്യില്ല. ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. നോക്കാം, ഈ ലെവലിൻ്റെ താഴെ പോയി ഓൾമോസ്റ്റ് മാർക്കറ്റ് 33 പോയിൻ്റാണ് അതിൻ്റെ താഴെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത ഏരിയ എന്ന് പറയുന്നത്. ഏകദേശം 33 പോയിൻ്റ് മാർക്കറ്റ് മൂവ് ചെയ്തത് ഓൾമോസ്റ്റ് 5 മണിക്കൂർ എടുത്തിട്ടാണ് പോയിൻ്റ് മൂവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ എവിടെ എടുത്തു കഴിഞ്ഞാലും ഇവിടെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു പ്രീമിയം മൂവ് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിൻലി എന്നുള്ളത് നമുക്ക് റീടെസ്റ്റ് വന്നിട്ടില്ല. കാരണം നമുക്കിവിടെ ആക്റ്റീവാണ് ഓൾറെഡി, പക്ഷേ നമ്മൾ റീടെസ്റ്റ് ചെയ്തായിരുന്നോ അതിനു വേണ്ടി മാർക്കറ്റ് വരാത്തതുകൊണ്ട് നമുക്ക് ട്രേഡും കാര്യങ്ങളും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത് ഇന്നലത്തെ ദിവസം. ഓക്കെ, ഇന്നത്തെ ദിവസം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമുക്ക് നെഗറ്റീവ് വ്യൂ ആയിരുന്നു ഓൾറെഡി ഉണ്ടായിരുന്നത്. മാർക്കറ്റ് നമ്മളെ ലെവലിൽ വന്നു, ആദ്യം സപ്പോർട്ട് എടുത്തു. അതിനുശേഷം ഏകദേശം ഈ ഒരു ക്യാനിൽ നമ്മൾ ലെവലിനെ ബ്രേക്ക് ചെയ്തു 10 മണി റേഞ്ചിൽ. ഓക്കെ, ഏകദേശം 9:58 10 മണിക്ക് റേഞ്ചിൽ നമ്മളെ മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്തു. മാർക്കറ്റ് നേരെ ഫാൾ ചെയ്തു. ഓക്കെ, ഞാൻ ജസ്റ്റ് പ്രീമിയം ഗ്രൂപ്പിൽ കൊടുത്ത് ഇത് 3 ദിവസം മുമ്പ് തന്നെ നിങ്ങൾക്ക് ഓൾറെഡി എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഈ പച്ച ലെവൽ ഞാൻ ഇന്ന് വരച്ചതാണ്. ഈ മേലെയുള്ള ഈ എല്ലാ ലെവൽസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വോളിയം പ്രൊഫൈൽ ഗ്രൂപ്പിൽ ഞാനത് ഇന്നലെയും മിനിഞ്ഞാന്നും കൊടുത്ത ലെവൽസാണ്. ഓക്കെ, സെൻസെക്സിൻ്റെ ലെവൽസ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. സെൻസെക്സ് ഇൻഡെക്സിൻ്റെ ലെവൽ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. ലെവൽ ഞാൻ കാണിച്ചു തരാം. കൊടുത്ത ലെവൽ ഇതാണ്. കൊടുത്ത ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു 4 ലെവലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബുള്ളിഷ് ആണെങ്കിൽ നമുക്ക് ഈ സെക്കൻഡ് ഗ്യാപ്പിന് മേലെ നിൽക്കണമായിരുന്നു മാർക്കറ്റ്. ബിയറിഷ് ആണെങ്കിൽ ഇവിടെ നമ്മൾ റീടെസ്റ്റ് അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് 1 മിനിറ്റ് ക്യാനിൽ തന്നെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം പുട്ട് ഓപ്ഷന് മാത്രമാണ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ പുട്ട് ഓപ്ഷൻ്റെയും കോൾ ഓപ്ഷൻ്റെയും പ്രീമിയം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് കോൾ ഓപ്ഷൻ്റെ പ്രീമിയം. ഈ പച്ച ലെവലൊക്കെ ഞാൻ ഇന്ന് വരച്ചാണ്. ഞാൻ കൊടുത്ത ലെവൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, ഞാനത് നിങ്ങൾക്ക് തന്ന ലെവൽ. അത് മാത്രമാണ് ഞാൻ പറയുന്നുള്ളൂ, തരാത്തതിനെ പറ്റി ഞാൻ പറയുന്നില്ല. ഇപ്പം ഗ്രൂപ്പിൽ കൊടുത്തത് ഈ 2 ലെവലാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ മാർക്കറ്റ് ഇതിൻ്റെ നേരെ താഴെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കോൾ ഓപ്ഷനിൽ ചിന്തിക്കാനുള്ള അവസരം ഇല്ല. പുട്ട് ഓപ്ഷനിൽ മാത്രമാണ് നമുക്ക് ട്രേഡ് ചെയ്യാനുണ്ടായുള്ളൂ. അപ്പോൾ പുട്ട് ഓപ്ഷൻ്റെ ചാർട്ട് ഞാൻ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മിനിറ്റ്. പുട്ട് ഓപ്ഷനിൽ 77,800ൻ്റെ ചാർട്ടാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഒരു ലെവലാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് ഞാനിപ്പം വരച്ചാണ്, ഇപ്പം മാർക്കറ്റ് കഴിഞ്ഞതിന് ശേഷം വരച്ചിട്ടാണ്. ഇപ്പോൾ പുട്ട് ഓപ്ഷനിൽ ലെവൽ എന്ന് പറഞ്ഞാൽ ഈ 2 ലെവൽ മാത്രമാണ് ഞാൻ കൊടുത്തിട്ടുള്ളൂ. മാർക്കറ്റ് നമ്മളെ ലെവലിൻ്റെ മേലെയാണ് ഓപ്പൺ ആയത്. അതിനുശേഷം ഈ റെഡ് കളറിലുള്ള ലെവൽ ഞാൻ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം കൊടുത്തതാണ്. ഏകദേശം എനിക്ക് തോന്നുന്നത് 9:36 ആ റേഞ്ചിലൊക്കെ കൊടുത്തതാണ്. മാർക്കറ്റ് നമ്മൾ ഫസ്റ്റ് ലെവലിലേക്ക് വന്നു. കാരണം ഇതിൻ്റെ താഴെ മാത്രമാണ് നമുക്കൊരു സെൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുക. കാരണം ഇത് രണ്ടും നമ്മൾ സപ്പോർട്ടായിരുന്നു ആക്ടിവേറ്റ് ചെയ്യുന്നത്. മാർക്കറ്റ് എവിടെ വന്നു, ഫസ്റ്റ് പോയി, അതിനുശേഷം 1 മിനിറ്റ് ഇതിൻ്റെ മേലെ ബ്രേക്ക് ചെയ്തു, തിരിച്ച് മേലോട്ട് ബ്രേക്ക് ചെയ്തു, മാർക്കറ്റ് എന്ത് ചെയ്തു, നേരെ മേലോട്ട് പോയി. കാരണം സെല്ല് നമുക്ക് ഇതിൻ്റെ താഴെ മാത്രമാണ് നമുക്ക് സെല്ലിനുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. അപ്പോൾ നാളെ നോക്കുന്ന ആളുകൾക്ക് ഈ ലെവൽ വേണമെങ്കിൽ മാർക്ക് ചെയ്ത് വെക്കുക. ഈ ലെവൽ 2 സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഇൻ കേസ് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെല്ലിനുള്ള ഓപ്പർച്യൂണിറ്റി നോക്കാം. മീൻസ് ഓപ്പോസിറ്റുള്ള കോൾ സൈഡിൽ നിങ്ങൾക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അതേപോലെ നിഫ്റ്റിയുടെ ലെവൽസ് 3 ദിവസമായിട്ട് തരുന്ന ലെവലാണ്. ഞാൻ പറഞ്ഞു എത്ര മണിക്കാണ്, 10 മണിക്കാണ് നമുക്ക് എന്ത് ചെയ്തത്, പുട്ട് ഓപ്ഷൻ ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നത്. ഞാൻ 10 മണിക്ക് പുട്ട് ഓപ്ഷൻ്റെ ജസ്റ്റ്, കാരണം ഇത് ഹൈ പ്രീമിയം ഉള്ളതാണ്, ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ള പ്രീമിയം. ഓക്കെ, ഇത് ഓൾറെഡി ഞാൻ എടുത്ത പ്രീമിയം ആയതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഏകദേശം 10 മണി എന്നുള്ള ടൈം ഇതാണ്. ഓക്കെ, ഏകദേശം 410 റേഞ്ചിലാണ് നമുക്ക് ട്രേഡ് ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നത്. ഒരു 10 പോയിൻ്റ് റിസ്ക്കിലാണ് നമ്മൾ എന്ത് ചെയ്തത്, പ്ലാൻ ചെയ്ത് ഏകദേശം 638 വരെ മാർക്കറ്റ്, 650 വരെ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 250 പോയിൻറ്റ് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ വോളിയം പ്രൊഫൈൽ അനുസരിച്ച് നമുക്ക് ഫസ്റ്റ് ഹൈ വരക്കുമ്പോൾ, കാരണം നിഫ്റ്റിയുടെ 9 ഈ റേഞ്ചിലാണ് നിഫ്റ്റിയുടെ എന്ത് ചെയ്തിട്ടുണ്ടായ 5 മിനിറ്റ് ക്യാൻഡിൽ, മീൻസ് നമ്മളെ ഇത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റിയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ഈ ഒരു ഏരിയയിലായിരുന്നു. അപ്പോൾ അതിൻ്റെ റീടെസ്റ്റും നമ്മളെ വോളിയം പ്രൊഫൈലിൻ്റെ ഗ്യാപ്പിൽ റീടെസ്റ്റും ഒരുമിച്ചാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ലെവൽ മാർക്ക് ചെയ്ത് വെച്ചത്. ആ ലെവലിൽ നിന്ന് ഏകദേശം 250 പോയിൻറ്റ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുട്ട് ഓപ്ഷനിൽ മാത്രമാണ് നമുക്ക് ഇന്ന് വ്യൂ ഉണ്ടായിട്ടില്ല. കാരണം കോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മളെ ലെവലിൻ്റെ താഴെയാണ്. പിന്നെ പ്രത്യേകിച്ച് കവറിങ് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഡാറ്റയാണെങ്കിൽ നമുക്ക് നെഗറ്റീവ് വ്യൂ ആണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നലെ നമുക്ക് ട്രേഡ് കിട്ടിയിട്ടില്ല. പക്ഷേ ഇന്ന് നമുക്ക് മാന്യമായ പ്രോഫിറ്റ് വോളിയം പ്രൊഫൈൽ വെച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ,
ജസ്റ്റ് ഗോൾഡിലേക്ക് പോവാം. ഗോൾഡിനകത്താണെങ്കിൽ ഇന്നലെ നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒറ്റ ട്രേഡ് മാത്രമാണ് ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്നലെ വീഡിയോ ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ അതിന് പറയുന്നത്. ഇത് വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഗ്യാപ്പ്, ഓക്കെ, ഈ ഒരു ലെവലാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം 44.5 to 40 ലെവലിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് സപ്പോർട്ടാണ്. കാരണം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നല്ല രീതിയിൽ ഷൂട്ട് ചെയ്ത് അപ്പ് സൈഡ് പോയി. അപ്പോൾ നമ്മൾ വേറെ ബൈ എടുത്തിട്ടില്ല. ഒറ്റ ട്രേഡ് മാത്രമാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം 95 പോയിൻറ്റ് നമ്മളെ ലെവലിൽ നിന്ന് മാർക്കറ്റ് മൂവ് ചെയ്തു. ഓക്കെ, അതിനുശേഷം ഇന്ന് നമ്മളൊരു ബൈ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ബൈ എടുത്തത് ഏകദേശം ഈ ഒരു റേഞ്ചിലാണ്, 14-16 റേഞ്ചിലാണ്. അതിനുശേഷം അത് ഹോൾഡ് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം മാർക്കറ്റ് 20-21 വരെ ഏകദേശം 5-6 പോയിൻറ്റ് വന്ന സമയത്ത് നമ്മളത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അതിനുശേഷം ഞാൻ വേറെ ലെവൽ മാർക്കറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലെവലാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ആ ലെവലിൽ നമ്മൾ ഓൾറെഡി ട്രേഡ് എടുത്തിട്ടുണ്ട്. അത് ഹോൾഡിനാണ്. ചെറിയ ലോട്ട് നമ്മൾ സ്റ്റിൽ അത് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നതാണ്. കാരണം ഇന്നലെ എടുത്തൊരു ലെവലിൽ നമ്മൾ ഈ സെയിം കൺസെപ്റ്റിൽ എടുത്ത ലെവലിൽ നമുക്ക് 95 പോയിൻറ്റ് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇന്ന് എടുത്തതും ഹോൾഡ് ചെയ്യുന്നു പിടിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഓൾറെഡി നമ്മളൊരു സെല്ല് എടുത്തിട്ടുണ്ടായിരുന്നു. വോളിയം പ്രൊഫൈലല്ല, മൾട്ടിബാങ്കിൻ്റെ ഗ്രൂപ്പിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം 33-34 റേഞ്ചിലാണ്. 37 ആയിരുന്നു നമ്മളെ SL. നിങ്ങൾ ടെലിഗ്രാമിൽ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ഒരു ടാർഗറ്റ്, നമുക്ക് ഫൈനൽ ടാർഗറ്റ് ഈ ഒരു റേഞ്ച് വരെ നമ്മളത് ഹോൾഡ് ചെയ്തു. അതിനകത്ത് നമുക്ക് മാന്യമായ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എടുത്ത ട്രേഡെല്ലാം ഇന്ന് പ്രോഫിറ്റ് തന്നെ നമുക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ പുതിയ ലെവൽസ് എന്ന് പറയുന്നത് ഈ രണ്ട് ലെവൽ, ഇത് നമ്മളെ ഗ്യാപ്പാണ്, ഒരു സോണാണ്. അപ്പോൾ നിങ്ങൾക്ക് സെല്ല് നോക്കണമെങ്കിൽ ഇവിടെ സെല്ല് നോക്കാം, ഇതായിരിക്കും നിങ്ങളെ SL. ഇവിടെ സെല്ല് നോക്കാം, ഇതായിരിക്കും നിങ്ങളെ SL. അത് 2 സെല്ല് സോണാണ്. പിന്നെ മാർക്കറ്റ് നെഗറ്റീവ് ആണെങ്കിൽ ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീടെസ്റ്റിൽ നിങ്ങൾക്ക് സെല്ല് നോക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ SL 22.5 അബോവ് ആയിരിക്കും നിങ്ങൾ SL വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നോക്കി വെക്കാൻ വേണ്ടി പറ്റും. ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്ന ആളാണ്. സെൻസെക്സിൻ്റെ ഞാൻ പറഞ്ഞ നാളെ എക്സ്പയറി ആണ്. അപ്പോൾ തന്നിരിക്കുന്ന ലെവൽസ് നിങ്ങൾക്ക് മാർക്ക് ചെയ്തിട്ട് നാളെ നിങ്ങൾക്ക് അതനുസരിച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ വോളിയം പ്രൊഫൈൽ മാത്രമാണ് യൂസ് ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് വോളിയം ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്നത്. അതൊക്കെയുള്ള യൂട്യൂബിൽ കിട്ടുന്ന പോലെയുള്ള വോളിയം പ്രൊഫൈലല്ല. കാരണം അതിനകത്ത് ഫ്രീ ആയിട്ട് കിട്ടുന്നത് POC വാല്യൂര് ഹൈ, വാല്യൂര് ലോ, ഈ സംഭവം മാത്രമേ ഉള്ളൂ. POC എന്നുള്ള കൺസെപ്റ്റ് പോലും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ സ്വന്തമായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് എക്സ്പീരിയൻസ് കൊണ്ട് ഉണ്ടാക്കിയെടുത്ത സ്ട്രാറ്റജിയാണ് നമ്മളെ വോളിയം പ്രൊഫൈൽ. അത് വേറെ ലോകത്ത് ആരും ഇതുവരെയായിട്ടും കോഴ്സായിട്ട് കൊടുക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും POC വാല്യൂര് ഹൈ, ലോ. ഓക്കെ, അപ്പോൾ ഒരു 10 ദിവസത്തെ ചാർട്ട് എടുത്തിട്ട് 1-2 ദിവസം വർക്ക് ചെയ്യും. അതിനാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പക്ഷേ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ ഡെയിലി വീഡിയോ ഇടുന്നുണ്ട്. ഇന്നലെ മാത്രമാണ് നമ്മൾ വീഡിയോ ഇടാത്തുള്ളൂ. അതുകൊണ്ടാണ് ഇന്നലത്തെ ലെവൽസോടെ ഞാനിപ്പോൾ പറഞ്ഞിരുന്നത്. ഗോൾഡിൽ ആ ഒറ്റ ട്രേഡ് മാത്രമാണ് നമ്മൾ ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റിയിലകത്ത് നമുക്ക് പുട്ട് സൈഡിൽ ട്രേഡ് ആക്കിയായിരുന്നു. പക്ഷേ നമുക്ക് റീടെസ്റ്റ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ എടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം കൂടുതലായിട്ട് വോളിയം പ്രൊഫൈൽ പഠിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സ് അറ്റൻഡ് ചെയ്യുക. ഗ്രൂപ്പിനകത്ത് ആക്സസ് കിട്ടുന്നതായിരിക്കും. താങ്ക് യു.